വെൽക്കം ബാക്ക് ടു അപ്ഡേറ്റ്സ് ടി വി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ ഹ്യൂമൻ ബീങ്സിൻ്റെയും ഒരു ഫസ്റ്റ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ചിരി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സംസാരമൊക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കൂടുതലും കെയർ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മളുടെ വായുടെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മളുടെ മൗത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കെയർ ചെയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു ജനറേഷനിൽ മിക്ക ആൾക്കാർക്കും ഒരു മോണരോഗങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ പ്രശ്നങ്ങൾ, പ്ലാക്ക്, അത് മോണവീക്കം, അതുപോലെ തന്നെ വായു നാറ്റം തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നൊരു കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ കൂടുതൽ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പുളിപ്പുള്ള ആഹാരം അല്ലെന്നുണ്ടെങ്കിൽ മാങ്ങ അല്ലേ അതുപോലുള്ളത്, അല്ലെങ്കിൽ ഐസ് ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കും, ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പുളിപ്പ് നമ്മുടെ പല്ലുകൾക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ. ഇന്നത്തെ ഒരു സർവേയിൽ, ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു സർവേയിൽ 86% ആൾക്കാർക്കും ഈ ഒരു മോണവീക്കം അല്ലെങ്കിൽ പല്ലിന് വായു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളതായിട്ട് കണ്ടെത്തി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒരു 10 വർഷം മുന്നേ ഉള്ള പോലെ ഇന്നത്തെ നമ്മൾ വല്ലയിടത്തൊക്കെയാണ് ഒരു ഡെൻ്റൽ ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. എന്നാൽ ഇന്ന് പല മുട്ടിന് ക്ലിനിക്കുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളുടെ ഈ ഒരു പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, പല്ല് വേദന അല്ലെങ്കിൽ പല്ല് കൊഴിഞ്ഞു പോകൽ, അതല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഹോൾ ഉണ്ടാവുക, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ, മോണവീക്കം ഉണ്ടാവുക, മോണയുടെ പ്രശ്നങ്ങൾ, ഗുരുതരമായിട്ടുള്ള ഒരുപാട് വായു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത്രമാത്രം ക്ലിനിക്കുകളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്ന് റൂട്ട് കനാൽ ആവശ്യമായിട്ട് വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീടുകളിലുള്ള ആൾക്കാർക്ക് നമ്മൾ ചിന്തിച്ച് നോക്കിയറിയാം, നമ്മളുടെ വീട്ടിൽ എത്ര പേർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വായിനെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ഇന്ന് പലതരത്തിലുള്ള പ്രൊഡക്ട്സ്, പല്ല് തേക്കാനുള്ള പ്രൊഡക്ട്സ്, മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എങ്കിൽ പോലും ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഇന്നും പരിഹാരം പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. നമ്മൾ ഇന്നത്തെ ഈ ഒരു ബാഡ് ബ്രീത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മൗത്തിൻ്റെ ഒരു ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണത്തിനെ, പാനീയങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ നമുക്ക് നമ്മളുടെ ഒരു മൗത്തിൻ്റെ ഒരു ആരോഗ്യത്തെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള മൗത്ത് വാഷ് നമ്മൾ എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഏത് സമയത്ത് ഭക്ഷണവും പാനീയങ്ങൾ കഴിച്ചാലും അതിന് ശേഷമുള്ള പ്രോപ്പറായിട്ടുള്ള റുട്ടീൻ പോലെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. നന്നായിട്ട് നമ്മളുടെ വായ ക്ലീൻ ആക്കുക എന്നുള്ളത്. 2 നേരം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ബ്രഷിങ് മസ്റ്റായിട്ട് ചെയ്യുക. എപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാലും അതുപോലെ തന്നെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ നമ്മൾ കുടിക്കുകയൊക്കെ ചെയ്യുക, മധുരമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക, മധുരമുള്ള ജ്യൂസുകൾ കഴിക്കുക ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ബ്രഷിങ് മസ്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വാഷിങ് നമ്മൾ ചെയ്യുക. നമ്മൾ വായ കുലുക്കുലിഞ്ഞ് നന്നായിട്ട് നമ്മൾ ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ ഇടയിൽ കുടുങ്ങിയിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇത് ഇടയിൽ കുടുങ്ങിയിരുന്നാൽ നമ്മളുടെ പല്ലിന് ഹോളുകൾ വരാനുള്ള കാരണങ്ങളാകും, മോണയ്ക്ക് കംപ്ലൈൻറ്റ് വരും, ഓവറോൾ നമ്മുടെ മൗത്തിന് ഇഷ്യൂസ് ഉണ്ടാവും, ഇതുപോലെ തന്നെ ബാഡ് ബ്രീത്ത് ഉണ്ടാവാനുള്ള കാരണമാവും. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രോപ്പർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൗത്ത് വാഷ് യൂസ് ചെയ്യുക. നമ്മൾ ഡെയിലി 2 ടൈംസ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് നല്ലൊരു മൗത്ത് വാഷ് അവൈലബിൾ ആണോ? ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടുന്ന മിക്ക മൗത്ത് വാഷിലും പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളും പാരാബൻസും ഒക്കെയാണ്. ഇത് നമ്മളുടെ വായുടെ പീച്ച് ബാലൻസിനെ ഇല്ലാണ്ടാക്കാനായിട്ടുള്ള കാരണമാകും. അതുപോലെ തന്നെ മൗത്ത് അൾസർ ഉണ്ടാക്കാനായിട്ടും ടേസ്റ്റ് ബഡ്സിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകും. അപ്പോൾ നമുക്ക് ശരിക്കും വല്ല നോർമൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ആവത്തില്ല. കൂടാതെ മൗത്ത് അൾസർ ഉണ്ടാകും, നമുക്ക് പല്ലിൻ്റെ ഇനാമലിന് പ്രശ്നം ഉണ്ടാവും, ക്യാൻസർ കോസ് ആവാനുള്ളൊരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഓവറോൾ മോണയ്ക്ക് വീക്കം ഉണ്ടാവാം, അല്ല മൗത്തിന് ഓവറോൾ പ്രശ്നം ഉണ്ടാവാനായിട്ടൊക്കെ ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാനായിട്ടും പറ്റത്തില്ല. നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. ഞാൻ ഉപയോഗിച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു മൗത്ത് വാഷ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നാച്ചുറൽ ഷ്യൂറിൻ്റെ അലോവേര മൗത്ത് വാഷാണ്. ഇതിൽ നീം ആൻഡ് ക്ലോവ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ഒരു ആയുർവേദിക് ഫോമുലയാണ്, 100% നാച്ചുറലാണ്, കെമിക്കൽ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്ക് 100% വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ക്യാവിറ്റീസിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാക്ക് ഒക്കെ പോകാനായിട്ട് സഹായിക്കും, ബാഡ് ബ്രീത്ത് പോകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി 2 ടൈംസ് നമുക്കിത് ഉപയോഗിക്കാം. ഇത് 12 hours ഫ്രഷ് ബ്രീത്ത് തരാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വസിച്ച് ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാമെന്ന് ഇത് പറയുന്നുണ്ട്. ഇതാണ് നാച്ചുറൽ ഷ്യൂറിൻ്റെ അലോവേര മൗത്ത് വാഷ്. ഇത് 100% നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നമുക്കറിയാം അലോവേര ഇത്ര മാത്രം നല്ലതാണെന്ന്. ഇതിൽ ആൻറ്റി ബാക്ടീരിയ, ആൻറ്റി ഫംഗൽ, ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഗംസ്, ബാഡ് ബ്രീത്ത്, അതുപോലെ തന്നെ ഗം ഇൻഫ്ലമേഷൻ, ടൂത്ത് പീക്ക്, അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി ഒക്കെ മാറാനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്ലാക്കും ടാറ്ററും ഒക്കെ മാറാൻ സഹായിക്കും. അതുപോലെ തന്നെ ടൂത്ത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇത് യൂസ് ചെയ്യാം.
ആദ്യം ബോട്ടിൽ നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു അടപ്പെടുത്തിട്ട് നമ്മൾ വാ കഴുകാവുന്നതാണ്. ജസ്റ്റ് 20 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യണം കേട്ടോ. അത് രാവിലെയും വൈകിട്ടും റുട്ടീൻ പോലെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇത് 1:1 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെറിയ കുട്ടികളല്ല, 5-6 ഇയേഴ്സ് അല്ല കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ, അകത്തേക്ക് കഴിക്കരുത്. ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കാണിക്കാം. അപ്പോൾ എന്തായാലും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റു പുതുമയാർന്ന സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.